നമസ്കാരം. ന്യൂസ് 3യിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അവളുടെ ഇടം എവിടെ എന്ന ന്യൂസ് 3 പരമ്പര നമ്മൾ തുടരുകയാണ്. വിവാഹശേഷം പെൺകുട്ടികൾക്ക് സ്വന്തം വീട് അന്യമാകുന്നത് എന്ത് എന്ന വലിയ ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. നിരവധി പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷമാണ് ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ. ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമുക്കൊപ്പം നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഉമാ നായർ, ടെലിവിഷൻ അസോസിയേഷൻ ആത്മയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. നിയമവശങ്ങളെക്കുറിച്ച് പറയാൻ അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ് എന്നിവർ ചേരുന്നു. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം. ഒരിക്കൽ കൂടി സ്വാഗതം. അവളുടെ ഇടം എവിടെ? ഞാൻ ആദ്യം ശ്രീമതി ഉമാ നായരിലേക്കാണ് പോകുന്നത്. ഉമ, സ്വാഗതം. ഒപ്പം ഈ സീരിയലുകളെയൊക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. സീരിയലുകളിലെ അമ്മായിയമ്മ, മരുമകൾ, എന്ത് സർവം സഹയായ മരുമകൾ, വാളെടുത്ത് നിൽക്കുന്ന അമ്മായിയമ്മ, അതൊക്കെ. പക്ഷേ ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ദിനം പ്രതി ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ ഒരു ആമുഖമായി താങ്കൾക്ക് പറയാനുള്ളത്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു വൃക്ഷം അറിയപ്പെടുന്നത് അതിൻ്റെ ഫലത്തിൻ്റെ പേരിലാണ്, മനുഷ്യൻ അറിയപ്പെടേണ്ടത് അവൻ്റെ പ്രവൃത്തിയുടെ പേരിലാണ്. ഹൃദയശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. പണവും സമ്പാദ്യവും അധികാര പദവിയും എങ്ങും ഒന്നും ആവില്ല എന്ന് പറയുന്ന വാക്കുകൾ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. ഈ വാക്കുകൾ ഇവിടെ ഞാൻ പറയാൻ കാരണം, അതൊരിക്കലും നടക്കാത്തതുപോലെ ഭീകരമായ രീതിയിലാണ് ദിവസം കഴിയുന്തോറും ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം കൂടാതെ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം, എൻ്റെ കുടുംബത്തിലും അതുപോലെ എനിക്ക് ചുറ്റുവട്ടവും ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന സ്ത്രീകളിലൊക്കെയും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നൊരു പ്രശ്നം നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കല്യാണം കഴിയുന്നത് വരെ സ്വന്തം കുടുംബത്തിൽ സ്വന്തം മക്കൾ നമ്മൾ പ്രസവിക്കുന്നു, നമ്മൾ വളർത്തുന്നു, നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്നു, അവരെ പരിപാടികൾക്ക് കൊണ്ടുപോകുന്നു, അവരുടെ പേരിൽ അഭിമാനിക്കുന്നു. കല്യാണം കഴിച്ച് വിടുമ്പോൾ പിന്നെ നമ്മളാരോ നമ്മുടെ വീട്ടിലുള്ളവരാരോ എന്ന രീതിയിലേക്ക് മാറുന്നത്, അത് കാലാകാലങ്ങളായിട്ട് നിൽക്കുന്ന ഒരു വേദനയുള്ളൊരവസ്ഥയാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വേദനയുള്ളൊരവസ്ഥ തന്നെയാണത്. പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ വീട്ടിലേക്കുള്ളതാണെന്നുള്ള മനോഭാവത്തോടെ കഴിയുന്ന എത്രയോ അമ്മമാരെ തന്നെ എനിക്കറിയാം. അതെ, അമ്മമാരെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, എൻ്റെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. പറയാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പറയാം. എൻ്റെ സഹോദരിയാണ്, ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ ഭർത്താവും ഉൾപ്പെടെയുള്ളവരെല്ലാവരും വിവാഹം കഴിച്ച പയ്യനോടും അവരുടെ കുടുംബത്തോടും ഞങ്ങൾ അങ്ങേയറ്റം താഴ്ന്നു പറഞ്ഞു, ഞങ്ങൾ നന്നായി വിവാഹം നടത്തിത്തരാം, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു സാഹസത്തിന് ചെയ്യരുതെന്ന്. പക്ഷേ അവരുടെ സ്വാർത്ഥ താല്പര്യം, അന്നത്തെ താല്പര്യങ്ങൾ, ചെറിയ പിള്ളേരാണെന്നുള്ള രീതിയിലാണ് ഞങ്ങളതിനെ റിക്വസ്റ്റ് ചെയ്തത്. ഒരിക്കലും അവരെ പിരിക്കാനൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്നിട്ട് അവർ നിർബന്ധിച്ച് വിവാഹം, അവർ സ്വന്തമായിട്ട് തന്നെ വിവാഹം കഴിച്ചു. അവരുടെ വീട്ടുകാരോട്, പയ്യൻ്റെ വീട്ടുകാരോട് മാത്രം അനുവാദത്തോടെ അനുഗ്രഹത്തോടെയും കാര്യങ്ങൾ ചെയ്തു. പിന്നീട് നമ്മൾ സ്വാഭാവികം എപ്പോഴും ഉണ്ടാവുന്നത് പോലെ പെൺവീട്ടുകാർ ഒത്തുചേരുന്നു. പിന്നീട് ഒരു കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞിനോടൊപ്പം നമ്മളെല്ലാവരും നിൽക്കുന്നു. പിന്നീട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവരെ സഹായിക്കുന്നു. നമ്മളെ കയ്യിലുള്ളതെല്ലാം ആ കുട്ടിക്ക് ചെയ്ത് സഹായിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്ന അനുഭവം എൻ്റെ അനുജത്തി ആദ്യം തുറന്നു പറഞ്ഞിരുന്നില്ല. ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രയാസങ്ങൾ ആദ്യം തുറന്നു പറഞ്ഞിരുന്നില്ല. കാരണം വളരെ ക്വയറ്റായിട്ടുള്ള ഒരു പ്രകൃതമായിരുന്നു എൻ്റെ അനുജത്തിയുടെ. ഞാൻ കുറച്ച് ഓപ്പണാണ്. എന്നാൽ എൻ്റെ വീട്ടിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളൊരു വീടുമാണ്. എൻ്റെ അച്ഛനോടും അമ്മയോടും എന്തുണ്ടെങ്കിലും പറയാം. അവരതിനെ ആ സെൻസിൽ എടുക്കുന്ന ആൾക്കാരും കൂടിയാണ്. എന്നിട്ട് കൂടി പറഞ്ഞില്ല. ഭയമാണ്. അതായത് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു പോയാൽ പിന്നീട് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും പ്രതികരണം എന്നുള്ളൊരു ഭയം എപ്പോഴും എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട്. അത് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ അനുജത്തിക്കും. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളുടെ അളവ് കൂടിയതേ ഉള്ളൂ. ഒരു ആൺകുഞ്ഞായതുകൊണ്ട് ആ ആൺകുഞ്ഞിനെ അവർക്ക് സ്വന്തമാക്കണമെന്ന് തോന്നി. അതേസമയം ഒരു പെൺകുഞ്ഞായിരുന്നെങ്കിൽ അത് സ്വന്തമാക്കണമെന്ന് തോന്നില്ല. കാരണം പെൺകുട്ടികൾ എപ്പോഴും ബാധ്യതയായിട്ടാണ് സമൂഹം കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇന്ന് എൻ്റെ അനുജത്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത്, മാനസികമായി മറ്റൊരവസ്ഥയിലേക്ക് എത്തി. ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ഈ മകനെ പോലും അവരുടെ ഭാഗത്തേക്ക് നിർത്തി അനുജത്തിയെ ഒറ്റയ്ക്കാക്കി വീടിന് പുറത്താക്കുന്നൊരവസ്ഥ എത്തി. എൻ്റെ അച്ഛൻ ഇപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് മരിച്ചത്. അപ്പോൾ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ സംഭവമാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരികയാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവരാകെ തകർന്നു പോയി ശരിക്കും. അപ്പോൾ പക്ഷേ
ഒന്നും തന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞില്ല. അവളാണ് നമുക്ക് ആവശ്യം, അവളുടെ ജീവനാണ് നമുക്ക് ആവശ്യം. സന്തോഷമായിട്ട് കൂട്ടിക്കൊണ്ട് വന്നു. ഇന്ന് അവളെ ഓരോ ദിവസം കഴിയും തോറും അവളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാനസികമായിട്ട്. എൻ്റെ അമ്മ, അച്ഛൻ പോയതിന് ശേഷം അച്ഛൻ്റെ വേദനയും അതിനൊപ്പം അനുജത്തിയുടെ അവസ്ഥയും, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് തന്നെ എനിക്കറിയില്ല. അപ്പം എൻ്റെ ഭർത്താവ് മരിച്ചു, എനിക്ക് 2 മക്കളുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പം ഒരു കുടുംബത്തിൻ്റെ വളരെ മോശമായൊരു അവസ്ഥയിൽ പോലും എൻ്റെ അനുജത്തിയെ കൈവിടാൻ ഞാനോ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അവൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. പക്ഷെ ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട്, സ്വന്തം വീട്ടിൽ നിന്ന് അങ്ങേയറ്റം വിവാഹം കഴിഞ്ഞ് ആ പയ്യൻ്റെ വീട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവരാരോ ആണ്, നമ്മൾ ആരോ ആണ്. അങ്ങനൊരു അവസ്ഥയിലേക്ക് അഭിമാനം, അതിഥികളാണ് വീട്ടിൽ, അതിഥികളാണ്. സ്വന്തം എൻ്റെ മകൾ എന്നോട് ചോദിക്കാറുണ്ട്, അമ്മേ കല്യാണം കഴിഞ്ഞ് എനിക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ മുറിയിൽ തന്നെ എനിക്ക് താമസിക്കാൻ പറ്റുമല്ലോ അല്ലേ എന്ന്. അതൊരു അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ്? നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പോയിട്ട് തിരിച്ചു വന്നാൽ സ്വന്തം മുറിയിൽ കിടക്കണമെങ്കിൽ ആ വീട്ടിലുള്ള സ്വന്തം അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ സമ്മതിക്കേണ്ട ഒരു അവസ്ഥ. ദയനീയമല്ലേ അത്? തീർച്ചയായിട്ടും. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ്, സ്വാഗതം. ഇത്രയും ദിവസം നമ്മൾ ഒരുപാട് പേരുടെ വാക്കുകൾ കേട്ടു. ഇപ്പോൾ നമ്മളോട് ഉമാ നായരാണ് സംസാരിച്ചത്. ഇന്നലെ വിഷ്ണുജയുടെ, ആത്മഹത്യ ചെയ്ത വിഷ്ണുജയുടെ ഈ ഡൗറിയുടെ പേരിൽ, അതുപോലെ തന്നെ മോശമായി ആ കുട്ടിയെ ചിത്രീകരിച്ചു, നിനക്ക് കളറില്ല, ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് അത്യന്തം അതിനെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യ ചെയ്ത വിഷ്ണുജയുടെ അച്ഛനുണ്ടായിരുന്നു. അതിനു മുൻപ് വിസ്മയുടെ അച്ഛൻ നമ്മുടെ പരിപാടിയിൽ. ഇവരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ വലിയ നഷ്ടബോധമാണ്. അന്ന് ആ ഒരു പ്രശ്നമുണ്ടായപ്പോൾ കുഞ്ഞിനെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിൽ എൻ്റെ മോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നേനെ എന്ന് അവർ തുറന്നു പറയുകയാണ്, അല്ലെങ്കിൽ കരഞ്ഞു പറയുകയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജിനോട് ചോദിക്കാനുള്ളത് ഇതിൻ്റെ ഒരു നിയമവശമാണ്. 2 തരക്കാരാണ്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ശ്രീമതി ഉമാ നായർ പറഞ്ഞതുപോലെ അവരെ തിരിച്ചു കൊണ്ടുവരിക, ജീവിതമല്ല ജീവനാണ് വലുതെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്ന വീട്ടുകാരുണ്ടാവും. പക്ഷെ വീട്ടിൽ നിന്ന് ഇത്രയും പൈസ മുടക്കിയാണ് എന്നെ കല്യാണം കഴിച്ച് അയച്ചത്, അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നതാണ്, അതുകൊണ്ട് എന്ത് വന്നാലും അങ്ങ് അനുഭവിക്കുക, അവസാനം മരണത്തിന് കീഴടങ്ങുക, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു നിയമസാധ്യത? നമ്മൾക്ക് ഈ ഗാർഹിക അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ക്രൂരതകളും പീഡനങ്ങളും ഒക്കെ സ്ത്രീകൾക്ക് നേരിടുവാനായിട്ടാണ് 2005 നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നാണ് അതിന്റെ പേര്. ആ നിയമത്തിന്റെ പേര് എങ്ങനെയാണ്? ഗാർഹിക അന്തരീക്ഷത്തിൽ നിന്നും സ്ത്രീകൾക്ക് ഉള്ള സംരക്ഷണ നിയമം 2005 നിലവിൽ വന്നത്. അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മാത്രം അഡ്രസ് ചെയ്യാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു നിയമമാണ്. പക്ഷെ ഇത് അറിയാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, ഇപ്പൊ ഇത്തരത്തിൽ നമ്മൾ മുൻ ചരിത്രങ്ങളിൽ നമ്മൾ കേട്ട പല സ്ത്രീകളും പല പെൺകുട്ടികളും ഇതിന്റെ ഒരു സാധ്യതയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് അറിയുമ്പോൾ ഒരു വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഞാൻ ഈ നിയമത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒന്ന് പറയട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ, നിങ്ങള് വിവാഹമല്ല ജീവിതത്തിന്റെ ഏറ്റവും വലിയ അതിർത്തി എന്ന് പറയുന്നത്. ആദ്യം നമ്മൾക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ട് ഒരു ജോലി വേണം. സ്വന്തമായിട്ട് നമ്മളുടെ സാമ്പത്തിക ആ ഒരു ഇൻഡിപെൻഡൻസ് ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും വേണം. അതിനുശേഷം നിങ്ങൾ വിവാഹത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ള ഒരു ചെറിയ അപേക്ഷ ഇത് കേൾക്കുന്ന എല്ലാ സ്ത്രീകളോടും ഉണ്ട്. കാരണം ഇത്തരത്തിലുള്ള ധാരാളം കേസുകൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ അടുത്ത് വരുന്ന കക്ഷികളുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അതിന്റെ നിയമവശത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ശക്തമായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, നമ്മൾ ചുരുക്കപ്പേരിട്ട് വിളിക്കും DV ആക്ട് എന്ന് പറയും. അപ്പൊ ഇനിയുള്ള തലങ്ങളിൽ നമുക്ക് DV ആക്ട് എന്നായിരിക്കും ഞാനത് സൂചിപ്പിക്കുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവകാശ സംരക്ഷണമാണ് പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഓർഡർ നമുക്ക് കോടതിയിൽ നിന്ന് വാങ്ങിക്കാം. അത് കോടതിയിൽ പോകാൻ വേണ്ടി നിങ്ങൾ ഇനിയിപ്പോ വക്കീലിനെ കണ്ടു പോകണമെന്നില്ല. ഇത്തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ, ഞാൻ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് എന്ന വീട്ടിൽ എനിക്കൊരു സംരക്ഷണം അവിടെ ഇല്ല എന്ന് കാണുകയാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ധൈര്യം വേണം. നമ്മുടെ ഓരോ ജില്ലകളിലും വിമൻ ആൻഡ് ചിൽഡ്രൻ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനോട് കൂടി തന്നെ അങ്ങനെ ഒരു വകുപ്പുണ്ട്. അപ്പൊ ആ വകുപ്പിൽ ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ട്, ഒരു വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ട്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ജില്ലാ നിയമസഹായ വേദിയുണ്ട്. ഓരോ കോടതിയോടും ചേർന്ന്, അതിപ്പോ ജില്ലാ കോടതികളാണെങ്കിലും ശരി,
താലൂക്ക് തലത്തിലുള്ള സബ് കോടതികളാണെങ്കിലും ശരി, അതിനോട് ചേർന്നിട്ട് ഓരോ താലൂക്കിലും നിയമസഹായ സമിതിയുണ്ട്, അല്ലെങ്കിൽ നിയമസഹായ വേദികളുണ്ട്. അപ്പൊ അവിടെ പോയി നമ്മളൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പൈസ, അതായത് നമ്മൾക്കൊരു വക്കീലിനെ കണ്ട് അതിനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു വക്കീലിനെ വെച്ചു തരും ആ കോടതി. അപ്പൊ അതിലൂടെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പ്രൊട്ടക്ഷൻ ഓർഡർ ആണ്. കാരണം ഞാൻ എവിടെയായിരിക്കുന്നോ, അതിപ്പോ സ്വന്തം വീട്ടിലെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു അമ്മ, സ്ത്രീകളായിട്ടുള്ള ആരുമാകട്ടെ, അവർക്കൊരു സംരക്ഷണം അവിടെ ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഭർത്താവിന്റെ വീട്ടിലും ആ ഒരു സാഹചര്യം നിലവിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു സംരക്ഷണം വാങ്ങിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതായത് ആ പരാതി ഫയൽ ചെയ്ത അന്ന് തന്നെ മറുഭാഗത്തെ കേൾക്കാതെ, സെക്ഷൻ 23 പ്രകാരം മറുഭാഗത്തെ കേൾക്കാതെ തന്നെ നമ്മൾ അങ്ങനെ ഒരു വളരെ സംരക്ഷണം വേണ്ട ഒരു സാഹചര്യമാണ് എന്ന് മജിസ്ട്രേറ്റിന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്ന് തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടും. അപ്പൊ അതൊരു സ്പീക്കിംഗ് ഓർഡർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വാക്കാലോ ഇലക്ട്രോണിക് മീഡിയത്തിന്റെ സഹായത്താലോ അല്ലെങ്കിൽ ശാരീരികമായോ മാനസികവുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളും ഇന്ന പരാതിക്കാരിക്ക് കൊടുക്കരുതെന്നുള്ള ഒരു മജിസ്ട്രേറ്റ് ഓർഡർ ആണ്. അപ്പൊ അതാരെങ്കിലും വയലേറ്റ് ചെയ്താൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായിട്ട് നമുക്കത് വീണ്ടും ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് ഇത്തരത്തില് സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഘടകം. ഇനി സ്വന്തം വീട്ടിലെ കാര്യം പറഞ്ഞല്ലോ, സ്വന്തം വീട്ടിൽ എന്തുകൊണ്ട് നമ്മൾ അന്യരാകുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ചിന്താഗതിയാണ്. കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നമ്മൾ ആചരിച്ചു പോരുന്ന ചില കാര്യങ്ങളാണ്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട് വിരുന്നുകാരൻ, അല്ലെങ്കിൽ എന്താ പറയാ, വിരുന്നിന് വരുന്ന പോലെ, ഈ പറഞ്ഞ പോലെ ശരിയാണത്. പിന്നീട് നിന്റെ വീട് ഭർത്താവിന്റെ വീടാണ് എന്ന് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനകത്തൊന്നും സമൂഹം ഇന്നു വരെ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ ഓരോ പെൺകുട്ടിയും തീരുമാനം എടുക്കണം, എന്റെ വീടാണ് ഏത്, ഞാൻ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന വീട് അതെന്റെ വീടാണ്, ഞാൻ ഇറങ്ങി വന്ന വീടും ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീടും അതെന്റെ വീട് തന്നെയാണ്, അവിടെയും നിങ്ങളെ സ്വീകരിക്കുന്നില്ല. അപ്പൊ ഇതില് നമുക്ക് വിവാഹം കഴിഞ്ഞതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓർഡർ നമുക്ക് ഭർത്താവിന്റെ വീട്ടിലുള്ളവരാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നമ്മൾക്ക് നൽകുന്നതെങ്കിൽ അവർക്കെതിരെയാണ് നമ്മളത് ഫയൽ ചെയ്യേണ്ടത്. ഇനി നമ്മളത് ഫയൽ ചെയ്തു എന്ന് കരുതി നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു കാര്യമില്ല. നമുക്ക് അവിടെ റെസിഡൻസ് ഓർഡർ ഉണ്ട്, അതിനുള്ള വകുപ്പുകളും ഈ നിയമത്തിലുണ്ട്. അപ്പൊ അതേ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യണോ, അല്ലെ നിങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് താമസിക്കണോ, നിങ്ങളുടെ കുട്ടികളെ വളർത്തണോ, നിങ്ങൾ അവിടെ തന്നെ നിന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവട്ടെ ആദ്യം. അതാണ് അഡ്വക്കേറ്റ് ഗ്ലോറി, അവിടെ ഒരു സംശയമുണ്ട്, അത് ചോദിച്ചു പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ അത്. കാരണം നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് കൂടപ്പിറപ്പുകൾ ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും നേരത്തെ തന്നെ വീടൊക്കെ അവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെയുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഈ പല കേസുകളിലും നമ്മൾ കഴിഞ്ഞ പല കേസുകളിലും അത് കണ്ടതാണ്. ഞാൻ അതിലേക്ക് താങ്കളിലേക്ക് ഞാൻ ആ ചോദ്യവുമായിട്ട് വരാം വളരെ പെട്ടെന്ന്. അതിനു മുൻപ് രണ്ട് പ്രേക്ഷകർ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ശിവദാസൻ ബാലരാമപുരം. ശിവദാസൻ, എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്? നമസ്കാരം മേഡം. നമസ്കാരം, പറയൂ. അതായത് നമ്മളെ വീടും ഒരു മോൾ ജനിച്ചാൽ ആ നമ്മളെ വീടും പോകുന്ന വീടും അവരുടെ വീട് തന്നെയാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാല് ഇന്നുള്ള പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് പക്വത സ്ഥാനം വളരെ കുറവാണ്. ഫുൾ പേ ചെയ്യുമ്പോഴുള്ള ജീവിതങ്ങളാണ്. പക്ഷേ ഒരു മോളെ വിവാഹം കഴിച്ച് അതിൽ അയക്കുമ്പോൾ നമ്മൾ തിരക്കുമല്ലോ, പയ്യൻ എങ്ങനെയാണ്, പയ്യന്റെ ആൾക്കാരെങ്ങനെയാണ്, എന്താണ് ജോലി, അവന്റെ സ്വഭാവം എങ്ങനെയാണ്, എല്ലാം നോക്കിയല്ല അയക്കുന്നത്. അതേപോലെ ഒരു മോളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ പല പ്രശ്നം ഉണ്ടായി. ആ കൊച്ചു മരിക്കുമ്പോഴാണ് അറിയുന്നത് ഇനിയൊരു അമ്മമാർക്കും ഇങ്ങനൊരു അവസരം വരരുതേ. ഈ മാധ്യമങ്ങളിലും കയറിയിരിക്കുന്ന എല്ലാവരും പറയുന്ന ആദ്യത്തെ വാക്ക്, എന്റെ മോക്ക് വന്ന അനുഭവം ഇനി ആർക്കും വരരുതേ. എന്തുകൊണ്ട് വീണ്ടും വീണ്ടും വരുന്നു? നമ്മൾ മോളെ വിവാഹം കഴിച്ച് അയച്ചാൽ മക്കളായിരുന്ന പോലും നമ്മളെ മക്കളെ തേടിപ്പോണം. മാക്സിമം ക്ഷമിച്ച് എന്റെ മോക്ക് ആപത്താണ് എന്ന് തോന്നുമ്പോൾ അച്ഛനും അമ്മയും പട്ടിണി കിടന്നാൽ പോലും ഒരു നേരാഹാരം കിട്ടിയാൽ പോലും വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് നിർത്തി അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടപ്പെട്ടവർക്കുമാണ്. എന്തിനും ഏതിനും കോടതി വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ഒരു പുരുഷനെ ഇരിക്കുമ്പോൾ ഇഷ്ടം പോലെ രാത്രിയും പോവാം, പകല് പോവാം, എന്റെ ഇഷ്ടമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ അവകാശമാണെന്ന് കൊടുത്തത് കോടതി തന്നെയാണ്. അതേ കോടതിയാണ് എന്റെ പെങ്ങളെ ഒരു സംരക്ഷണം കൊടുക്കുന്നതും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പണ്ടത്തെ കാരണവന്മാർ നമുക്ക് തന്ന ആദരവ്, പണ്ടത്തെ അച്ഛനമ്മ തന്ന അറിവ്, പണ്ടത്തെ അവരുടെ സ്വാതന്ത്ര്യം അത് ഇന്ന് നിലനിർത്തണം. നിർബന്ധമായും ഒരു ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും പറയുന്ന ഭർത്താവും കേൾക്കണം, ആ സ്ത്രീയും കേൾക്കണം. ഇന്നുള്ള ഭർത്താക്കന്മാർ സ്ത്രീമാരുമാണ് ഇന്നത്തെ
വ്യത്യാസങ്ങളുണ്ട്. അത് മനസ്സിലാക്കുകയും പട്ടിണിയാവാം, സുഖമാവാം, നല്ല ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരിക്കുക. ശരി, വളരെയധികം നന്ദി ശ്രീ ശിവദാസൻ. ഇനിയും പ്രേക്ഷകർ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പൂർണ്ണമായും താങ്കളുടെ വാക്കുകളോട് യോജിക്കാൻ പറ്റില്ലെങ്കിലും എന്റെ അഭിപ്രായത്തിന് അവിടെ വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. താങ്കളുടെ അഭിപ്രായമാണ് പറയുന്നത്. എങ്കിലും ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുക എന്നുള്ള ആ വാക്കുകൾ ഇനിയെങ്കിലും നമ്മളത് മാറ്റി നിർത്തണം. അയക്കേണ്ട, കല്യാണം കഴിച്ചാൽ മതി. ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, അവിടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, എവിടെ വേണമെങ്കിലും നിൽക്കാം എന്നുള്ളതാണ്. ഉഷ എന്ന പ്രേക്ഷക ചേരുന്നു വിശാഖപട്ടണം. ഉഷ പറയൂ. ഒന്നുമില്ല. നമസ്തേ. നമസ്കാരം. പെൺമക്കളെ കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അച്ഛനും അമ്മയുടെയും ബാധ്യത തീർന്നു. ഇനിയും ഞങ്ങൾക്ക് ബാധ്യതയില്ല. പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ നിങ്ങൾ ജീവിച്ചോണം. എന്നാൽ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അറിഞ്ഞാലും അഡ്ജസ്റ്റ് ആയിപ്പോ ജീവിക്കണം. അഡ്ജസ്റ്റ് ആയിട്ട് ഈ പറയുന്ന പഴയ കാലത്തെ ആ വാക്കുകൾ നിർത്തിയിട്ട് നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും അവർ കല്യാണം കഴിച്ചു വിട്ടു, അത്ര വരെ ഉള്ളൂ. കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവരുടെ ബാധ്യത തീർന്നെന്ന് വിചാരിച്ചാല് കുട്ടികൾ നമ്മൾ വളർത്തിയ കുട്ടികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മോളെ എന്താ നിന്നെ വളർത്തിയ നിന്നിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എന്ത് പറ്റി, എന്താണ് അമ്മയോട് പറ എന്ന് അമ്മ അന്വേഷിച്ചറിയണം. ഇവിടെ വീടുകളിൽ സംഭവിക്കുന്നത് അച്ഛന്മാര് ചിലര് ഭയങ്കര ദേഷ്യക്കാരും ആങ്ങളമാരും ഉണ്ട്. അവരറിയാതെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി അമ്മ ഒറ്റയ്ക്ക് അറിഞ്ഞാലും അറിയാത്തതുപോലെ നിൽക്കേണ്ട വരുന്ന അവസ്ഥകൾ പല അമ്മമാർക്കും. താങ്കൾ പറഞ്ഞ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന് ഉഷ. കാരണം വിസ്മയുടെ കേസിൽ വിസ്മയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു വിസ്മയുടെ അമ്മയ്ക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു, പക്ഷെ അമ്മ ഇതെങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് മറച്ചു വെച്ചു എന്നുള്ളത്. ഞാൻ ഉമാ നായരിലേക്ക് പോകുന്നു. ശ്രീമതി ഉമാ നായർ, ഈ പരിഷ്കരണം എന്നുള്ള സാധനം അത് എല്ലാ കാലയളവിലും വരേണ്ടതാണ്. പക്ഷെ എൻ്റെ മകളെ വിവാഹം കഴിക്കുമ്പോൾ ഇതുവരെ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോട്ടെ എന്ന് കരുതുന്നിടത്തല്ലേ നമുക്ക് തെറ്റുന്നത്. അവിടെ നമ്മളൊരു മാറ്റം വരുത്തേണ്ട സമയം കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും നമ്മളൊരു മാറ്റം വരുത്തേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ സ്ത്രീകൾ തന്നെയാണ്. സ്വന്തമായി, അതായത് നമ്മൾ പ്രസവിച്ച മകള് മറ്റൊരമ്മയുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്, അല്ലേ? സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് പലപ്പോഴും പ്രശ്നക്കാരായി മാറുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കള് എന്നും നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഇനിയും അങ്ങോട്ട് ജീവിക്കേണ്ടതെന്ന് ആദ്യം നമ്മളാണ് പഠിക്കേണ്ടത്. നമ്മളൊരു മാതൃകയായി നിന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ധൈര്യം വരുള്ളൂ. ഏത് സാഹചര്യത്തിൽ എന്തും വന്ന് എൻ്റെ അമ്മയോട് പറയാം, അല്ലെ എൻ്റെ അമ്മ അതിന് പരിഹാരം ഉണ്ടാക്കും എന്നൊരു ധൈര്യം അത് ആൺകുഞ്ഞിനായാലും പെൺകുഞ്ഞിനായാലും ആർക്കും അതുണ്ടായാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ നിന്ന് വളർത്തി വിടുന്നതിലാണ് കാര്യം. നമ്മൾ കൊടുക്കുന്ന ധൈര്യമാണ് നാളത്തെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം. അത് വിവാഹമായാലും തൊഴിലായാലും മറ്റേത് മേഖലയിലായാലും കുഞ്ഞുങ്ങൾക്ക് തെറ്റ് കണ്ടാൽ ഇത് തെറ്റാണെന്നും അല്ലെങ്കിൽ ഇത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങണം, എനിക്ക് ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പാടില്ല, ഞാൻ ഒരുപാട് എന്നെ പോലെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ മാതൃകയായി ജീവിക്കണം എന്നുള്ളൊരു ധൈര്യം വരണമെങ്കിൽ ആരെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവണം. എപ്പോഴും സുഹൃത്തുക്കൾ എപ്പോഴും ഒരു സപ്പോർട്ടാണെന്ന് പറയാറുണ്ട്, പക്ഷേ സുഹൃത്തുക്കൾ സപ്പോർട്ടാണ്, പക്ഷേ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഒരു വ്യക്തിയെ എപ്പോഴും ഏത് സങ്കീർണമായ പ്രശ്നത്തിലും പിടിച്ചു നിർത്തും. അതൊരു അച്ഛനോ അമ്മയ്ക്കോ സഹോദരനോ സഹോദരിക്കോ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതിലൊരു അമ്മയ്ക്കാണ് ശക്തമായി കൊടുക്കാൻ പറ്റുന്ന ഒന്ന്. കാരണം നിനക്ക് ഞാനുണ്ട് എന്നൊരു ധൈര്യം അത് ആൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ രണ്ട് കുഞ്ഞുങ്ങൾക്കും പ്രശ്നങ്ങൾ പല വിധത്തിൽ വരാമല്ലോ. അപ്പോൾ ആ വരുന്ന പ്രശ്നങ്ങൾക്ക് ഞാനുണ്ട്, നീ വാ, ഞാൻ നോക്കിക്കോളാം നിന്നെ എന്ന് പറയുമ്പോൾ അവർക്ക് പറയാൻ ധൈര്യം വരും. ആ ധൈര്യത്തിൽ നിന്ന് മാത്രമേ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോഴൊന്നുമല്ല, കാലാകാലങ്ങളായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, ഇനിയും ഉണ്ടാവും. ഈ ഒരു പ്രശ്നം കൊണ്ടോ ഇപ്പം റീസെൻ്റ് ആയിട്ടുണ്ടാകുന്ന കുറച്ച് ഇൻസിഡൻസ് കൊണ്ടോ ഒന്നും ഇത് മാറുന്നല്ല, പെട്ടെന്നൊരു പരിഷ്കരണം ഉണ്ടാവുന്നതല്ല. പക്ഷേ ഇനിയെങ്കിലും അടുത്ത തലമുറ വളരെ സുരക്ഷിതമായിട്ട് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അവനവൻ്റെ വീട്ടിൽ തന്നെ അവനവൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല പാഠങ്ങൾ എന്ന് പറയുന്നത് ആദ്യം എന്തു സംഭവിച്ചാലും ഏത് പ്രതിസന്ധിയിലും അമ്മയുണ്ട്, അച്ഛനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ അത് സ്കൂളിൽ അനുഭവമായാലും കോളേജിൽ അനുഭവമായാലും ഭർത്തൃ വീട്ടിൽ അനുഭവമായാലും തൊഴിൽ സ്ഥലത്തെ അനുഭവങ്ങളാണെങ്കിലും നമ്മളോട് പങ്കിടും. നമുക്ക് പക്വതയോടുകൂടി അതിനെ നേരിടാൻ സാധിക്കും, അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതാണ് ആദ്യം വരേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ്, ഞാൻ താങ്കളോട് നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ പെൺകുട്ടികൾ വീട്ടിലേക്ക് എന്ത് പ്രശ്നമുണ്ടായാലും, ഭർത്താവിൻ്റെ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും വീട്ടിലേക്ക് വരാൻ മടിക്കുന്ന കുറേയധികം ഘടകങ്ങളുണ്ടാകും. അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കാര്യം, ഈ വലിയ ആഡംബരമായിട്ടായിരിക്കും വിവാഹം നടത്തുക, കടം വാങ്ങിയായിരിക്കും രക്ഷകർത്താക്കൾ വിവാഹം നടത്തുക. അപ്പോൾ അത്രയും ആഡംബരമായി നടത്തിയ, അത്രയും
പൈസ അല്ലെങ്കിൽ ഡൗറി കൊടുത്ത് നടത്തിയ വിവാഹമായിരിക്കും. അപ്പോൾ ഇനിയും ഞാൻ എങ്ങനെയാണ് എൻ്റെ അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കുന്നതെന്നുള്ള ഒരു ഭയം കൊണ്ട് അല്ലെങ്കിൽ ആശങ്ക കൊണ്ട് വരാത്തവരുണ്ട്. മറിച്ച് അവിടുത്തെ സാഹചര്യം വിചാരിച്ച് ഇനി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ ഈ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടൊക്കെ അത് നിൽക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ ആ നിയമവശം ഈ സ്വത്തവകാശവുമായി ബന്ധപ്പെടുത്തി ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് ചെന്ന് കയറാവുന്ന ഒരു അവസരം ഉണ്ടോ പെൺകുട്ടികൾക്ക്? അല്ല, ഈ അതായത് മാതാപിതാക്കളുടെ പ്രോപ്പർട്ടിയിൽ കുട്ടികൾക്കുള്ള അവകാശം അത് ഇപ്പം ഹിന്ദുക്കളിൽ ഒരു ടൈപ്പാണ്, മുസ്ലിങ്ങളിൽ അത് മറ്റൊരു ടൈപ്പാണ്, ക്രിസ്ത്യൻസിൽ അത് വേറെ ഒരു തരത്തിലാണ്. അതങ്ങനെ എന്താ വെച്ചാൽ ഈ സ്വത്തിന്റെ പേരിലുള്ള കാര്യങ്ങള് അതിനൊരു ഏകീകൃത സ്വഭാവം നമ്മുടെ നിയമത്തിലില്ല. ഓക്കെ, അതൊന്ന്. പിന്നിപ്പം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ അല്ല അമ്മ ജീവിച്ചിരിക്കുമ്പോ അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാം. ഇപ്പൊ ക്രിസ്ത്യൻ നിയമത്തിലൊക്കെ മേരി റോയ് കേസ് വന്നാലും അത് അവർക്ക് ഇഷ്ടപ്പെട്ട മക്കൾക്ക് അത് കൊടുക്കാം. പിന്നിപ്പം അത് എഴുതി വെക്കാതെ അച്ഛനും അമ്മ മരിച്ചു പോകുമ്പോൾ മാത്രമാണ് ഈ മേരി റോയ് കേസ് നമുക്ക് കൂടുതലായിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഈക്വൽ ആയിട്ട് അത് വിഭജിക്കണം എന്നുള്ള ഒരു കേസിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പം വിവാഹിതയായ പെൺകുട്ടിക്ക് ഹിന്ദു നിയമപ്രകാരം സ്ത്രീക്കും പുരുഷനും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അത് തുല്യമായി വിഭജിക്കണം എന്നുള്ളതുണ്ട്. മുസ്ലിം നിയമം വരുമ്പോഴത്തേക്കും അത് വീണ്ടും സ്ത്രീകൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അതിന്റെ പ്രപ്പോർഷൻ വളരെയധികം വ്യത്യാസം വരുന്നതായിട്ട് കാണാം. സ്ത്രീകൾക്ക് എപ്പോഴും അത് കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ അവരുടെ ബന്ധുക്കൾ അതിന്റെ ഒരു നിയമവശം അത് വേറെയാണുള്ളത്. നമ്മള് ഇതിനെയൊന്നും നമ്മള് എന്താ പറയാ അതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഫസ്റ്റ് നമ്മുടെ ലൈഫാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്, നമ്മുടെ ജീവിതം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം വിവാഹിതയായി ചെല്ലുന്ന ഒരു വീട്ടിൽ നിന്ന് അവിടെ പ്രശ്നമുണ്ടായാലും ഒരിക്കലും ഒരു സ്ത്രീ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങരുത്. അവിടെ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ധൈര്യം കാണിക്കണം അവിടെ. അതാ ഞാൻ പറഞ്ഞത്. അതായത് ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയും നമ്മുടെ ലീഗൽ ടെർമിനോളജിയിൽ. അപ്പൊ ഷെയർഡ് ഹൗസ് ഹോൾഡ്, എന്റെ പങ്കിട്ട വാർത്ത എന്റെ ഭവനത്തിൽ ഭർത്താവിനുള്ള അതേ അവകാശം എനിക്കുണ്ട്. അത് അവിടെ എനിക്ക് വേണ്ടി എഴുതി വെക്കണമെന്ന് പ്രത്യേകമായിട്ടില്ല. പക്ഷെ നിയമം അതിനുള്ള പരിരക്ഷ നമുക്ക് നൽകുന്നുണ്ട്. ഇനി ഞാൻ സ്വന്തം വീട്ടിൽ ചെന്ന് നിൽക്കട്ടെ, സ്വന്തം വീട്ടിലും എനിക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ആരാണോ ആ പ്രശ്നം ഉണ്ടാക്കുന്ന അയാൾക്കെതിരെ എനിക്ക് നിയമപരമായിട്ട് ഉള്ള സംരക്ഷണത്തിനുള്ള അവകാശം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് ഇനി രണ്ടും ഇല്ലാന്നിരിക്കട്ടെ, ഒരു സ്ത്രീ ഇതുപോലെ നിരാലംബയായിട്ട് അവരുടെ ജീവനെ തന്നെ പണയം വെക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇരുഭവനത്തിൽ നിന്നും ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് താൽക്കാലികമായ ഷെൽട്ടർ ഹോമുകളും സർക്കാരിന്റെ തന്നെ കീഴിൽ നമുക്ക് എല്ലാ ജില്ലകളിലും പല സ്ഥലങ്ങളിലും അതുണ്ട്. സ്നേഹിത എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അവിടെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ നിൽക്കാം. അപ്പോഴേക്കും നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ സഖി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതുപോലെ പല NGOs നടത്തുന്ന പല ഹോംസ് ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയാ, നമ്മളെ ആരും തിരസ്കരിക്കുകയില്ല എന്നുള്ളൊരു ഉറച്ച ധൈര്യത്തിലേക്ക് തന്നെ നമ്മൾ ഓരോ സ്ത്രീകളും വരേണ്ടതുണ്ട്. അത് റെയിൽവേ ട്രാക്കിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു തുള്ളി വിഷത്തിലോ അല്ലെങ്കിൽ എന്താ പറയാ കയറെടുത്ത് കെട്ടിത്തൂങ്ങിയൊന്നും നമ്മുടെ ജീവിതം കളയാനുള്ളതല്ലല്ലോ. നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് തന്നെ ഉണ്ടാകണം. പിന്നെ നമുക്ക് ഫൈറ്റ് ചെയ്യാം. അപ്പൊ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തില് നിയമസാധുത ഈ തലങ്ങളിലൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. പിന്നീടാണല്ലോ, അതായത് നമ്മുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടാണല്ലോ പിന്നെ നമ്മള് സ്വത്തിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ആ ജീവൻ നമ്മൾ നിലനിർത്തണം. അപ്പൊ അതിനുള്ള ചില ടിപ്പുകളാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. എന്ന് വെച്ചാൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട് നിങ്ങൾ അതിനുള്ള ഒരു ധൈര്യം കാണിക്കണം എന്നുള്ളതാണ് എനിക്ക്. അതാണ് ഏറ്റവും പ്രധാനം അവിടെ ഗ്ലോറി. ഇതുവരെ നമ്മൾ കണ്ട കേസുകളിലൊന്നും ഇതൊന്നും ചിന്തിക്കാൻ അവർ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഉമാ നായരിലേക്ക് പോവാണ്. അവിടെ അവർ ചിന്തിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് ഇനി ഒന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കി പോയാൽ ഇനി അവരെ ആര് നോക്കും? ഇപ്പൊ നമ്മളെ ഏറ്റുമാനൂരിലെ ഷൈനിയുടെ കാര്യം എടുത്താൽ ആ മരിക്കാൻ കാണിച്ച ധൈര്യം മതിയായിരുന്നു ഷൈനിക്ക് ജീവിക്കാൻ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 2 കുഞ്ഞുങ്ങളെ പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുന്നിൽ ഇരുന്ന് 2 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ആത്മഹത്യ ചെയ്ത ഷൈനി ആ കാണിച്ച ധൈര്യം മതിയായിരുന്നു ഷൈനിക്ക് ജീവിക്കാൻ. അതിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, സ്വന്തം വീട്ടിൽ സ്വന്തം അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ളവരോ ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തിക്ക് ഒരു മാനസികമായ ധൈര്യം കൊടുക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഉറപ്പായിട്ടും അവർ കൊണ്ടുപോകില്ല. കാരണം 2 പെൺകുട്ടികളെ, ഇതിലൊരു ആൺകുഞ്ഞിനെ എന്തുകൊണ്ട് ഒഴിവാക്കി?
അത് നമ്മൾ ചിന്തിക്കണ്ടേ? പെൺകുട്ടികളെ എനിക്കില്ലാത്ത സുരക്ഷിതത്വം എൻ്റെ പെൺകുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ആശങ്കയാണ് ആ അമ്മയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാനൊരു അമ്മ ആയതുകൊണ്ടും ഞാൻ സമൂഹത്തിൽ കുറേ മനുഷ്യരുടെ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടുമാണ് ഞാനിത് പറഞ്ഞത്. എനിക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം എനിക്കില്ലാത്ത സുരക്ഷിതത്വം, ഞാൻ വളർന്ന വീട്ടിൽ എൻ്റെ അച്ഛനമ്മമാരുടെ ഇടയിൽ എനിക്കില്ലാത്ത സുരക്ഷിതത്വം എങ്ങനെ എൻ്റെ പെൺകുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും പറയൂ? അതെവിടെ ഉണ്ടാവുന്ന ആ ഒരു ആശങ്ക ചെറുതല്ല. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ഒരിടം ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പം ഷൈനിയെ പോലൊരാൾക്ക് ഉണ്ടായ അനുഭവം നൂറുകണക്കിന് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് ഇവിടെ ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാണുന്നവരും കാണാത്തവരുമായ ഒരുപാട് മനുഷ്യർ ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നമ്മൾ വിദ്യാഭ്യാസം കിട്ടാനുള്ളൊരു സാഹചര്യമുണ്ടോ? വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടോ? 10ാം ക്ലാസ് വിദ്യാഭ്യാസം വരെ ആണെങ്കിൽ പോലും സമൂഹത്തിൽ ഒരുപാട് ജോലികൾ നമുക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അവിടെയും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ തരണം ചെയ്യാനുള്ളൊരു ധൈര്യം ആരുടെ മുന്നിലും ഞാൻ തോറ്റു കൊടുക്കില്ല, എനിക്ക് അച്ഛനും അമ്മയും ഇല്ലേ, വേണ്ട, അല്ലെങ്കിൽ എന്നെ ആരും സഹായിക്കുന്നില്ലേ, വേണ്ട, എവിടെയെങ്കിലും ഒരു വാതിൽ തുറന്ന് കിട്ടുമെന്നുള്ളൊരു ധൈര്യം ആ ഒരു സെക്കൻഡിൽ, ഈ ഒരു ചെറിയ നിമിഷത്തിൽ ചിന്തിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മളും നമ്മളോടൊപ്പമുള്ള നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മളോ ചേർന്ന് നിൽക്കുന്ന മനുഷ്യരും ഉറപ്പായിട്ട് സന്തോഷത്തോടെ ജീവിക്കും. പക്ഷെ ആ ഒരു ഉറപ്പ് അവരിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അവരവർ തന്നെ ചിന്തിക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരും ഭയപ്പെടരുത്. നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. നമ്മൾ സ്വന്തമായിട്ട് വിചാരിച്ചാൽ മതി, നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും. അഡ്വക്കേറ്റ് ഗ്ലോറി, നമ്മൾ അവസാനത്തെ 5 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ ചോദിക്കാനുള്ളത്, നമ്മൾ ഒരു വശത്ത് ഇങ്ങനെ വലിയ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു, അത് ഏറ്റെടുക്കുന്നവരുണ്ട്, അതിനെതിരെ പറയുന്നവരുണ്ട്. അപ്പോഴും ഇപ്പോൾ ഡിവോഴ്സിന്റെ എണ്ണം കൂടി വരികയാണ്. വലിയ ആശങ്കയാണ് ആളുകളിൽ. ഡിവോഴ്സുകൾ ഓരോ ദിവസവും കൂടി വരികയാണ്. എന്തിനാണ് ഇത്ര ആശങ്കപ്പെടുന്നത്? മറുവശത്ത് ഭർതൃഗൃഹത്തിൽ മരിക്കുന്ന യുവതികളുടെ എണ്ണം കൂടുന്നു, അതിൽ ആശങ്കയില്ല. മറിച്ച് അവരുടെ ജീവിതം പോയി അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായെങ്കിൽ മുന്നോട്ട് പോയേനെന്നൊക്കെ പറയുന്ന ഡിവോഴ്സിന്റെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതിന് ആശങ്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. എങ്ങനെ ബോധവൽക്കരിക്കും? എവിടെ നിന്ന് തുടങ്ങും നമ്മൾ? അല്ല, ഇത് ഈ ഡിവോഴ്സിന്റെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. ഇപ്പം അവതാരൊക്കെ പറഞ്ഞത് അതൊരു പരമമായ സത്യമാണ്. ഡിവോഴ്സുകളുടെ എണ്ണം എല്ലാ വിഭാഗങ്ങളിലും അത് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടി വരികയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു 10 വർഷം അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ ഒരു മനോഗതി അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് അതല്ല ഇപ്പോഴുള്ള പെൺകുട്ടികൾക്കുള്ളത്. ഇപ്പൊ അവർ വിദ്യാസമ്പന്നരായിരിക്കാം, അവർക്ക് ജോലി ഉണ്ടാവും. അപ്പൊ ഒരാളുടെ കീഴിൽ അങ്ങനെയല്ല ജീവിതകാലം മുഴുവനും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയ്ക്കൊന്നും അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് ദേ ആർ ഫ്രീ ടു മൂവ് ഔട്ട് എന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ട്. അപ്പൊ അതിലൊന്നും ഒന്നും ചെയ്യാനില്ല അതിനൊന്നും. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ കുടുംബം എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ തന്നെ ആ ഒരു സങ്കല്പത്തിലാണ്. ഏതൊരു രാജ്യത്തിന്റെ ആണെങ്കിലും ഇതിലൊന്നും ഇല്ലാതെ പോയി, കുടുംബത്തിന്റെ ഒരു പരിരക്ഷയില്ലാതെ കുട്ടികളും പല രീതിയിലായി, അവരും അരക്ഷിതരായി ഒരു തലമുറ, അതൊക്കെ ഒരു ആശങ്ക തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മളൊരു കുടുംബത്തിന്റെ ഉള്ളിൽ നിൽക്കണം. കാരണം അച്ഛൻ അമ്മ സ്നേഹിക്കുന്ന, പരസ്പരം പങ്കുവെക്കുന്ന, പരസ്പരം സംരക്ഷണം കൊടുക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കുടുംബങ്ങൾ തന്നെയാണ് അല്ലെ. നമ്മളല്ലാതെ മരിച്ചു കഴിഞ്ഞൊരു സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കേണ്ട അവസ്ഥയല്ല. ഭൂമിയിലെ സ്വർഗം അത് തന്നെയാണ്. ഒരു കുടുംബം, നല്ലൊരു കുടുംബം, നല്ല അച്ഛൻ, നല്ല അമ്മ, എപ്പോഴും സ്നേഹവും, ഈ പറഞ്ഞതുപോലെ എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ട്, ഡോണ്ട് വറി, നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള നല്ല മൂല്യബോധത്തോടെയുള്ള കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു സമൂഹത്തിന്റെ വലിയൊരു അസറ്റ് തന്നെയല്ലേ. അപ്പൊ നല്ലൊരു കുടുംബത്തിൽ നിന്ന് മാത്രമാണ് നല്ല കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ. അതിന് യാതൊരു തർക്കവും ഇല്ല. അത് ശാസ്ത്രീയപരമായിട്ട് തന്നെ പല രീതിയിലും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ സ്ത്രീകളുടെ മാനസികാരോഗ്യം, ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതികൾ, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ഇപ്പം ഈ ഒരു കാലഘട്ടം വരെ ഈ ഒരു പാട്രിയാർക്കി സിസ്റ്റത്തില് നമ്മൾ ആൺകുട്ടികൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. പെൺകുട്ടികൾ നിങ്ങൾ അടിച്ചു വരലൊക്കെ അയ്യോ ആൺകുട്ടികൾ ഒരിക്കലും അങ്ങനെ ചെയ്തത്, പത്രം കഴുകരുത്. ഇപ്പൊ അങ്ങനെ അമ്മമാര് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് മാറി. അപ്പൊ ഒരു ഈക്വാലിറ്റിയിലേക്ക് നമ്മൾ വരുന്നു, ഒരു ജെൻഡർ ഈക്വാലിറ്റിയുടെ
കോൺസെപ്റ്റിലേക്കൊക്കെ നമ്മൾ ധാരാളം വന്നു കഴിഞ്ഞു. ഇപ്പം എന്ന് പറഞ്ഞാല് ഇപ്പൊ രാവിലെ ഞാനെപ്പോഴും പറയാറുണ്ട്, മോനെ മമ്മി പപ്പയ്ക്ക് കാപ്പി ഒരു ഗ്ലാസ് എടുത്തു വരുമ്പം കൊടുക്കുന്നത് പോലെ നിങ്ങളൊരു പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങൾ നമ്മൾ സ്വയം പര്യാപ്തരാകണം എല്ലാ കാര്യത്തിലും. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ലെസൺസ് തുടങ്ങേണ്ടത് കുടുംബത്തിൽ തന്നെയാണ്. അച്ഛനും അമ്മയും നല്ല പാഠങ്ങൾ, നല്ല മൂല്യബോധങ്ങൾ, ഇതുപോലെയുള്ള ഒരു യു ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് അല്ലെ. എന്റെ കൂടെ ഉള്ളത് ആരായിരുന്നാലും, എന്റെ പങ്കാളിയായിരുന്നാലും, എന്റെ ഒരു സുഹൃത്തായിരുന്നാലും, ആൺസുഹൃത്തായിരുന്നാലും, ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഞാൻ കൊടുക്കണം. അത് എനിക്കും തിരിച്ചു. അങ്ങനെ ഒരു ഈക്വൽ റെസ്പെക്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതെല്ലാം ബാധകമല്ലേ. ഈക്വാലിറ്റി ബിഫോർ ദ ലോ, അത് സ്ത്രീക്കും നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ, കാസ്റ്റ്, റേസ്, ക്രീഡ്, ഇതിനകത്ത് ഒന്നും നമുക്ക് പാടില്ല എന്നുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇത് എവിടെ കേൾക്കുന്നു, ആര് കേൾക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ അവർ കേൾക്കുന്നിടം വരെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. വളരെയധികം നന്ദി ശ്രീമതി ഉമാ നായർ. ഒപ്പം അഡ്വക്കേറ്റ് ഗ്ലോറി ജോർജ്. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും തുടരും. ന്യൂസ് 3 ക്യാമ്പയിൻ അവളുടെ ഇടം എവിടെ.